Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഏത് ഭാഗം വരെ കംപ്ലീറ്റ് ആയിരുന്നു? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ കംപ്ലീറ്റ് ആയത്? ഓക്കെ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെ ക്ലിയർ അല്ലേ? അവിടെ വരെ മിസ് എടുത്തില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് അല്ലേ അവിടെ വരെ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ. നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഈ ഒരു ലാസ്റ്റ് തേർഡ് സെക്ഷനും കൂടി ഉള്ളു കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ്, അത് 3 ആണുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതില് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 3rd മോഡ്യൂളിലാണ് ചാപ്റ്റർ ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ മാനവവിഭവശേഷി എന്നാണ് അതിന്റെ മലയാളം അല്ലെ? അപ്പൊ അവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ആരാണ് ഒരു ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോ? പേഷ്യൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരം സ്റ്റാഫുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവർ പാലിക്കേണ്ട പോളിസികള്, പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങള്, അവരുടെ എന്താണ് വർക്കിംഗ് കണ്ടീഷൻ നല്ലതാക്കി കൊടുക്കുക, അതുപോലെ അവരുടെ പണപരമായി അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ലോവർ ലെവലിലുള്ളത് മുതൽ ഹയർ ലെവലിലുള്ള എംപ്ലോയീസിന്റെ വരെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അവരെ നിയമനം നടത്തുകയും അവർക്കുള്ള പരിശീലനം കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗിവൺ ദ എയിം ഓഫ് HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ട് കാണും, HR എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ, this department is given the aim of recruiting efficient human resources for the hospital. ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകൾ അല്ലെങ്കിൽ മാനുഷികപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യ വിഭവങ്ങള് എന്ത് ചെയ്യുക? റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നിയമനം നടത്തുന്നത്, കാര്യക്ഷമമായ ഒരു നിയമനം നടത്തുന്നതിന് എയിം ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ? അപ്പൊ അത്തരം റിസോഴ്സുകൾ അല്ലെങ്കിൽ അത്തരം സ്റ്റാഫുകളെയാണ് നമ്മളിവിടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനുഷിക വിഭവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം സ്റ്റാഫുകളെ ശരിയായ രീതിയിൽ അവർക്ക് ആവശ്യമായ കാര്യക്ഷമമായ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ സ്റ്റാഫുകളെ എന്ത് ചെയ്യുക? റിക്രൂട്ട് ചെയ്യുക അല്ലെ? നിയമനം നടത്തുക. അതുമായി ബന്ധപ്പെട്ട അവരുടെ നിയമനം നടത്തിയ മാത്രം പോരാ അല്ലെ, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗിവൺ ദ എയിം ഓഫ് റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദ ഹോസ്പിറ്റൽ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. And it also creates policies and procedures that the staffs have to follow the hospital. ഒരു ഹോസ്പിറ്റലില് അവർ നിയമിതരായി കഴിഞ്ഞാൽ ആ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാര് പാലിക്കേണ്ടതായിട്ടുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ആ സ്റ്റാഫുകൾ പാലിക്കേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടതും ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. Third one പറയുന്നത്, it aims at ensuring
employee safety, satisfaction, good working conditions, and provision of monetary and non-monetary benefits for the employees. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ തന്നെയില്ല കേട്ടോ, മിക്ക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകളെ ബേസ് ചെയ്തുകൊണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അവിടെ നമ്മൾ നിയമിക്കുന്ന ഓരോ എംപ്ലോയീസിന്റെയും അല്ലെങ്കിൽ ജീവനക്കാരുടെയും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എംപ്ലോയീസിന്റെ അവിടുത്തെ ജീവനക്കാരുടെ ഒരു സംതൃപ്തി നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ ചെയ്യാനായിട്ട് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്, എന്താ പണപരമായിട്ടാവാം അല്ലാതെയുള്ള ആനുകൂല്യങ്ങൾ അല്ലെ. ഒരു വ്യക്തിക്ക് പണപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ കിട്ടുക അല്ലെ, അല്ലാതെയും മറ്റ് നിരവധി ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം അവിടെ നിയമിതരാവുന്ന ഓരോ എംപ്ലോയീസിനും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ സംതൃപ്തരാണവര്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ലഭ്യമാകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യമാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യമാണ്. Clear ആണല്ലോ. Then it is also responsible for providing compensation for the services rendered by the employees. അതുപോലെ എംപ്ലോയീസ് നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ അറിയാലോ, നമ്മൾ വെറുതെ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് തിരികെ എന്ത് കിട്ടണം? അതിനുള്ള പ്രതിഫലം കിട്ടണം, ശരിയല്ലേ? നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് നൽകുന്ന സേവനങ്ങൾ നൽകാണ്, ശരിയാണ്. പക്ഷേ ആ എംപ്ലോയീസ് നൽകുന്ന സേവനങ്ങൾക്ക് തിരികെ അവർക്ക് എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ കിട്ടണം അല്ലെ, അവർക്ക് ശമ്പളം അല്ലെങ്കിൽ വേതനം അല്ലെ, പേയ്മെന്റ് കിട്ടണം അല്ലെ. അത്തരം കാര്യങ്ങൾക്കും ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അത് നൽകാനും കൃത്യമായിട്ട് അവർ നൽകുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടിയും ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മാനവിക ശേഷി അല്ലെങ്കിൽ മനുഷ്യരുടെ റിസോഴ്സസ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹ്യൂമൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളായിട്ട് വരുന്നത് ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ മതിയായിട്ടുള്ള ജീവനക്കാർ അവിടെ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് മതിയായിട്ടുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ അല്ലെങ്കിൽ മാനവ വിഭവശേഷിയെ നിയമിക്കുന്നതിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് എന്താ? ഇറ്റ് ഓൾസോ ക്രിയേറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെ നിയമിതരായിട്ടുള്ള ഓരോ ജീവനക്കാരും ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് രൂപപ്പെടുത്തേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്. അതോടൊപ്പം തന്നെ എന്തിനേയും കൂടി ലക്ഷ്യമാക്കുന്നുണ്ട്? അവിടെ നമ്മൾ നിയമിതരാക്കുന്ന ഓരോ ജീവനക്കാരുടെയും സാറ്റിസ്ഫാക്ഷനിൽ സംതൃപ്തി ഉറപ്പുവരുത്തണം. എങ്ങനെ നമുക്ക് സംതൃപ്തി ഉറപ്പുവരുത്താം? അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് അല്ലെ, അവർക്ക് പണപരമായിട്ടോ അല്ലാതെയുള്ള പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അല്ലെ, ഇതിലൂടെയൊക്കെ ആ ഒരു നിയമിതരാവുന്ന ഓരോ സ്റ്റാഫുകളുടെയും കൃത്യമായിട്ട് അവരുടെ ആ ഒരു സംതൃപ്തി ഉറപ്പുവരുത്തുക എന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യമാണ്. അതുപോലെ ലാസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞേ? അത് കൂടാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവര് നൽകുന്ന അവരുടെ ഓരോ എംപ്ലോയീസും നൽകുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തിരികെ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം കൃത്യമായിട്ട് നൽകുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള അർത്ഥമാണ്, മണി റിലേറ്റഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
അതിൽ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ തേർഡ് വണ്ണിലെ it aims at ensuring employee satisfaction, good working condition and provision of monetary and non-monetary benefits for the employees. ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ ഹ്യൂമൻ റിസോഴ്സില്. വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? വായിച്ചു ഓക്കെ അല്ലേ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ സാലറി മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ആസ്പെക്ട് അല്ലെ, സാമ്പത്തിക വശങ്ങൾ, എല്ലാ കാര്യങ്ങളും, സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ വശങ്ങളും ഉൾപ്പെടും കേട്ടോ. അപ്പൊ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. They make budgets, financial plans for the future and distribute financial resources to the various departments of the hospital for their upgradation. ഇനി എന്താ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ട് ഒരു ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. ഓരോ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൃത്യമായ ബഡ്ജറ്റുകൾ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത്തരം ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. അതുപോലെ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ വിഭവങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. They also provide wage statement for the staff and oversee purchases of medical supplies and pharmaceuticals for the hospital. അതുപോലെ തന്നെ വേജ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഓരോ സ്റ്റാഫുകളുടെയും സാലറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകള്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഓവർസീ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന് ആവശ്യമായ മെഡിക്കൽ സാധനങ്ങള്, ഉപകരണങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ഫാർമസിയുമായി ബന്ധപ്പെട്ട മരുന്നുകളോ മറ്റു ഡ്രഗ്സോ കാര്യങ്ങളോ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിലേക്ക് പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഓവർസീ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക എന്നാണ് കേട്ടോ. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ശരിക്കും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിലേക്കുള്ള, ഫ്യൂച്ചറിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നവീകരണത്തിനായിട്ട് കൃത്യമായിട്ടുള്ള സാമ്പത്തിക വിഭവങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ they also provide wage statement for the staff. സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട സാലറിയുമായി അല്ലെങ്കിൽ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അതുപോലെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സപ്ലൈസോ മറ്റ് ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെയൊക്കെ പർച്ചേസുമായി ബന്ധപ്പെട്ട് മേൽനോട്ടവും വഹിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ, ചോദിക്കാറുണ്ടേ. വായിച്ചു നോക്കിയേ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ശരി. തേർഡ് വൺ ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ദിവസേനയുള്ള അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം
ലുക്കിംഗ് ആഫ്റ്റർ എന്താണ്, എല്ലാം നോക്കി നടത്താനായിട്ട് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള അധികാരമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു 2-3 ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഇതൊക്കെ നമ്മൾ അന്നേരം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. They look after all the paperwork of the hospital and ensure that every department follows administrative procedures of the hospital. അതുപോലെ തന്നെ look after all the paperwork of the hospital. ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുമുള്ള പേപ്പർ വർക്കുകളും ഇവര് എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ensure that every department follows administrative procedure. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഭരണപരമായിട്ടുള്ള നടപടിക്രമങ്ങള് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓർഗനൈസസ് ആൻഡ് സപ്പോർട്ട് ദ പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ കെയർ ഡ്യൂറിംഗ് ആൻ എപ്പിസോഡ് ഓഫ് ഇൽനെസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫംഗ്ഷൻസ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം also organizes and support the patient's total medical care. അപ്പൊ പേഷ്യൻസ് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള മെഡിക്കൽ കെയർ, വൈദ്യപരിചരണം പേഷ്യൻസിന് കിട്ടുന്നുണ്ടോ, കൃത്യമായിട്ട് അത് ലഭ്യമാക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നു, പേഷ്യൻസിന് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുകയും അതുപോലെ തന്നെ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫംഗ്ഷൻസ് ആൻഡ് സർവീസസ്. പലതരത്തിലുള്ള ഫംഗ്ഷനുകളും സേവനങ്ങളും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, they having the power of looking after the day-to-day operations of the hospital. ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കാനും അല്ലെങ്കിൽ കൃത്യമായി അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അധികാരമുള്ളത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. അതുപോലെ തന്നെ they look after the paperwork of all the paperwork of the hospital and ensure that every department follows administrative procedures for the hospital. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുള്ള നടപടിക്രമങ്ങള്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റും പാലിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങള് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് അവരത് പാലിക്കുന്നുണ്ടോ എന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളിലും കൃത്യമായ ഒരു മേൽനോട്ടവും ഈ ഡിപ്പാർട്ട്മെന്റ് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പേഷ്യന്റിന് പൂർണ്ണമായിട്ടുള്ള വൈദ്യപരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളും എന്തൊക്കെ സർവീസുകളും ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ സംയോജിപ്പിക്കണമോ അത്തരം കാര്യങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് പൂർണ്ണമായിട്ടുള്ള വൈദ്യപരിചരണം നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, ആവശ്യമായ പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ടുകളും നൽകുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നോ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണേ. ഫസ്റ്റ് പോയിന്റ് മാത്രം പഠിക്കാനല്ല മിസ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആ ഭാഗത്ത് നിന്ന്. അപ്പൊ ബാക്കിയുള്ളവർ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയേ. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് മോഡ്യൂളിലെ ആണ് കേട്ടോ. സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്റർ ആണ്.
സെക്കൻഡ് മോഡ്യൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ ടീച്ചേഴ്സ്? സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? സെക്കൻഡ് മോഡ്യൂളില് ഫസ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ്. സ്ക്രീൻ കാണാലോ അല്ലെ? ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ശരി, ചാപ്റ്റർ 4 ആണ് കേട്ടോ. 4th ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക് കേട്ടോ. ബ്ലഡ് ബാങ്ക്. ഓക്കെ, ശരി. അപ്പൊ എന്താണ് ഒരു ബ്ലഡ് ബാങ്ക്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ICO അത് ഫസ്റ്റ് മോഡ്യൂളിലെ അത് ആ ചാപ്റ്റർ മാത്രമേ എടുക്കാനുള്ളൂ. ഇനി ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? മിസ്സിന് തോന്നുന്നത് മേ ബി മൈൽറോസ് മാം ആയിരിക്കും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നേഴ്സിംഗ് എടുത്തോ? ഐസുവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു അല്ലെ? ആരും പറഞ്ഞിട്ടില്ലല്ലോ. എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ശരി ശരി. അപ്പൊ മിസ് എടുത്തോളൂ കേട്ടോ. എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് എടുത്തു തരും കേട്ടോ. ഓക്കെ, മിസ്സിന്റെ ഭാഗമായിരിക്കും. മിസ് എടുത്തോളൂ കേട്ടോ. ഓർപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡ് ബാങ്ക് കേട്ടോ. ചാപ്റ്റർ 4 ആണ്. 4th ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2 4th ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക്. അപ്പോ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോയിട്ടുണ്ടോ? ബ്ലഡ് കളക്ഷൻ, ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഏരിയ. ശരിയാണ്. ബ്ലഡ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഏരിയ ആണ്. പോയിട്ടുണ്ടോ ആരെങ്കിലും ബ്ലഡ് ബാങ്കില്? എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ ബ്ലഡ് ബാങ്ക് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ? പോയിട്ടുണ്ട്. ചിലരൊക്കെ പോയിട്ടുണ്ട്, ചിലർ കണ്ടിട്ടുണ്ട് അല്ലെ? കണ്ടിട്ടൊക്കെ ഉണ്ട്. ശരി. അപ്പോ നമ്മളിവിടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നുമല്ല. എളുപ്പമുള്ള ചാപ്റ്റർ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം ബ്ലഡുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വന്നിട്ടുള്ളതാ അല്ലെ? ഇല്ലേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകൾ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങാലോ നമുക്ക്. ഏതൊക്കെയാ പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകൾ? എ ബി ഒ എന്ന് വെച്ചാൽ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട് അല്ലെ? ഓക്കെ, അത് തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ശരിയാണ്. ഓരോ ഗ്രൂപ്പിനെയും, ഓരോ ബ്ലഡ് ഗ്രൂപ്പിന്റെയും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോ എന്താണ് ബ്ലഡിനെ കുറിച്ചുള്ള പഠനം? സ്റ്റഡി ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? അറിയോ? വെരി ഗുഡ്. ഹെമറ്റോളജി അല്ലെ? സ്റ്റഡി ഓഫ് ബ്ലഡിനെയാണ് ഹെമറ്റോളജി എന്നറിയപ്പെടുന്നത്. ബ്ലഡിനെ കുറിച്ചുള്ള, രക്തത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് ഹെമറ്റോളജി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് കമ്പോണൻസുമായി ബന്ധപ്പെട്ട് RBC, WBC ഇതൊക്കെ കേട്ടിട്ടില്ലേ? അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് സയന്റിഫിക് നെയിംസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ പറയുമ്പോൾ മിസ് അത് ഒരുമിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒന്നും എഴുതിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. എഴുതിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ അത് മിസ്സാവാകും വരുമ്പോ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഒരു നോട്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ടെസ്റ്റിലോ എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാമിന് വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ കാര്യം എഴുതാനാവില്ല എന്നുള്ള രീതിയിൽ അത് അന്നേരം മിസ് പറഞ്ഞു തരാം കേട്ടോ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ, ബ്ലഡ് ടൈപ്പ് എന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ജനറൽ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഈ പറയുന്ന ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? PSC അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? പഠിച്ചിട്ടില്ലേ? ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PSC അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ബ്ലഡ് ബാങ്കിൽ ഒരിക്കലും ബ്ലഡ് ബാങ്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ കമ്പോണൻസ്, അതിന്റെ ഫംഗ്ഷൻസ്, കുറച്ച് കാര്യങ്ങൾ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ.
അപ്പൊ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ബ്ലഡ് ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ അതിനെ കുറച്ച് ഫങ്ഷൻസ് പറയുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകളുടെ ആ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഓർഗനോഗ്രാം ഒക്കെ പഠിച്ചു തുടങ്ങിയോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഓർഗനോഗ്രാം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിംഗ് പഠിച്ചു തുടങ്ങിയോ? ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ബ്ലഡ് ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ദ ടേം blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products takes place. ഒന്ന് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, അവിടെ വരെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. where the blood products, storage of blood products takes place എന്ന് വരെ മതി. ഫുൾ സെന്റൻസ് വേണമെന്നില്ല കേട്ടോ. ഒരു ബ്ലഡ് ബാങ്കിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ വരെ ചോദിച്ചാൽ നിങ്ങൾക്ക് ബ്ലഡ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റുമല്ലോ, അല്ലെ? ബ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ നോക്കിയേ, കേട്ടോ, എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് എന്നാ പറയുന്നത്? ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. സാധാരണ നമുക്ക് എന്താണ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ? നമുക്ക് ചികിത്സാപരമായിട്ട് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ശരിക്കും അതൊരു ലബോറട്ടറിയുടെ ഭാഗം തന്നെയാണ്, അല്ലെ? അവിടെയും ലബോറട്ടറീസും കാര്യങ്ങളും പരിശോധനകളും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്, അല്ലേ? എന്തുമായി ബന്ധപ്പെട്ട പരിശോധനകളാണെന്ന് മാത്രമേ ഉള്ളൂ? ബ്ലഡുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ നമ്മുടെ സാധാരണ ഒരു ക്ലിനിക്കൽ ലബോറട്ടറി, ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ലിനിക്കൽ ലബോറട്ടറി രോഗനിർണയം നടത്താനായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗനിർണയം നടത്തുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ലബോറട്ടറി ഏരിയ എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ ആ ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്? where the storage of blood products takes place, അല്ലെ? ബ്ലഡിന്റെ പ്രൊഡക്റ്റുകൾ, ബ്ലഡോ അല്ലെങ്കിൽ ഹോൾ ബ്ലഡ് ആയിരിക്കാം, അതിന്റെ പല കമ്പോണന്റുകളായിട്ടായിരിക്കാം. അങ്ങനെ ബ്ലഡ് പ്രൊഡക്റ്റുകളുടെ സ്റ്റോറേജ് അല്ലെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചു വെക്കലാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുക. അതോടൊപ്പം തന്നെ where pre-transfusion and blood compatibility testing is executed. എന്താണ്? ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്താറുണ്ട്, കൈമാറ്റം ചെയ്യാറുണ്ട്, ശരിയല്ലേ? ബ്ലഡ് കൈമാറ്റം ചെയ്യാറില്ലേ? ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് സമീപിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തും, അല്ലെ? ബ്ലഡ് കൈമാറ്റം ചെയ്യും. അപ്പൊ അത്തരം ബ്ലഡ് കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് വേഗം നേരിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് എടുത്ത് മറ്റൊരു വ്യക്തിയിലേക്ക് നേരിട്ട് അങ്ങ് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? അത് നല്ല രീതിയാണോ? അല്ല, അല്ലെ? അപ്പൊ ഇവിടെ എപ്പോഴും ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രക്തം കൈമാറ്റം ചെയ്യുന്നതിന് മുൻപായിട്ട്, അതാണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ, രക്തം കൈമാറ്റം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ആ ബ്ലഡുകൾ തമ്മിലുള്ള അനുയോജ്യത പരിശോധനകൾ നടത്തും, ശരിയല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലഡും ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യും? അനുയോജ്യമാണോ, ഇത് ട്രാൻസ്ഫ്യൂഷന് ഓക്കെ ആണോ, വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതെ മാച്ച് ആണോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫ്യൂഷൻ നടത്തുക അല്ലെങ്കിൽ ബ്ലഡ് കൈമാറ്റം ചെയ്യുക. സോ അത്തരം ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഈ ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? The term blood bank generally refers to, ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് മാക്സിമം ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ പിന്നീട് അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മറ്റു ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി സമയമൊക്കെ പഠിക്കാനായിട്ടും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയേ, the term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products takes place and where pre-transfusion and blood compatibility testing is executed. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ബ്ലഡ് ബാങ്കിന്റെ പിക്ചർ കൊണ്ടുവരിക. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി, ചികിത്സാപരമായ രോഗനിർണയങ്ങളൊക്കെ നടത്തുന്ന ഒരു ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ. ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്
ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബ്ലഡ് ബാങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്ലഡ് പ്രൊഡക്റ്റുകളുടെയൊക്കെ സ്റ്റോറേജ് അല്ലെ അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, ട്രാൻസ്ഫ്യൂഷൻ അല്ലെ, നമ്മൾ രക്തം കൈമാറ്റം ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രീ ട്രാൻസ്ഫ്യൂഷൻ അല്ലെ, ആ ഒരു രക്തം കൈമാറ്റം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ച് ആണോ അല്ലെങ്കിൽ അവ തമ്മിലുള്ള അനുയോജിത പരിശോധനകളും എവിടെയാണ് നടത്തപ്പെടുന്നത്? ബ്ലഡ് ബാങ്കിൽ നടത്തപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ ബ്ലഡ് ബാങ്ക് എന്താന്നുള്ളത്? ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും, ചെയ്തിട്ടോ? ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ബ്ലഡ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടാസ്കുകൾ അല്ലെങ്കിൽ ചുമതലകളാണ് താഴെ പറയുന്നത്. റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ശേഖരിക്കുന്നുണ്ട്, അത് പ്രോസസിങ് ചെയ്യുന്നുണ്ട്, പല പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നുണ്ട്, അത് ഓരോ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്, അതുപോലെ അവ സ്റ്റോർ ചെയ്തും വെക്കുന്നുണ്ട്. അപ്പൊ ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ ഏതൊക്കെയാ വരുന്നത്? ബ്ലഡ് കളക്ഷൻ അല്ലെ, ബ്ലഡിനെ ശേഖരിക്കുന്നു, വിവിധ ബ്ലഡ് ഗ്രൂപ്പുകളിലുള്ള ബ്ലഡുകൾ ശേഖരിക്കുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, പല പല ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നു, അത് കൃത്യമായിട്ട് ഓരോരോ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നു, അതിനുശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോറേജ് ആണ് അല്ലെ, അത് സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ ടാസ്ക്? ചോദിക്കാറുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് ബ്ലഡ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്കുകളിൽ ഉൾപ്പെടുന്നവ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, developed a global approach to blood safety to curtail the burden of diseases due to unsafe blood transfusion. ഇങ്ങനെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആഗോള തരത്തിലുള്ള ഒരു സമീപനം കൊണ്ടുവരികയുണ്ടായി. അതായത് നമ്മുടെ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സുരക്ഷിതമല്ലാത്ത രക്തം കൈമാറ്റം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ രോഗങ്ങളുടെയൊക്കെ ആ ഒരു തീവ്രതയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ആ ഒരു കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആഗോള തലത്തിലുള്ള ഒരു സമീപനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. An average person carries almost 5 liters of blood. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് പറയുമ്പോൾ നോട്ട് ചെയ്യണം കേട്ടോ. An average person carries almost 5 liters of blood. ഒരു ആവറേജ് വ്യക്തിയുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്, ഒരു ഓൾമോസ്റ്റ് അതായത് കറക്റ്റ് ഇതല്ല കേട്ടോ, ഓൾമോസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 5 ലിറ്റർ ഓഫ് ബ്ലഡ് എങ്കിലും ഉണ്ടായിരിക്കണം. And it circulates the body through blood vessels and is pumped through the heart. അല്ലെ, നമുക്കറിയാം അത് നമ്മുടെ ബോഡിയിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഇല്ലേ, രക്തചംക്രമണം നടത്തുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ ഓരോ ബോഡി ഭാഗങ്ങളിലേക്കും നമ്മുടെ ബ്ലഡ് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാ? ഹാർട്ട് ആണ് അല്ലെ. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് വെസൽസിലൂടെ നമ്മുടെ ബോഡി ഉടനീളം എന്ത് ചെയ്യുന്നു? സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഒരു ആവറേജ് വ്യക്തി അവരുടെ ബോഡിയിൽ ഏകദേശം ഒരു 5 ലിറ്റർ ഓഫ് ബ്ലഡ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു അല്ലെ, ആ ഒരു ടേം എന്താന്ന് പറഞ്ഞു അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ബ്ലഡ് പ്രൊഡക്ട്സുകളുടെ സ്റ്റോറേജ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫ്യൂഷൻ മുൻപായിട്ട് ആ രക്തപരിശോധനകൾ അല്ലെങ്കിൽ രക്തങ്ങൾ തമ്മിലുള്ള ഒരു ബ്ലഡുകൾ തമ്മിലുള്ള അനുയോജിത പരിശോധനകളും നടത്തി വരുന്നു. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട വിവിധ ടാസ്കുകൾ അല്ലെങ്കിൽ ചുമതലകൾ അല്ലെങ്കിൽ കടമകളാണ് ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് അൺസേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ രക്തം കൈമാറ്റം ചെയ്യലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആഗോള തലത്തിലുള്ള സമീപനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരു ആവറേജ് വ്യക്തിയുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് ഒരു 5 ലിറ്റർ ഓഫ് ബ്ലഡ് എങ്കിലും ഉണ്ടായിരിക്കണം. ഈ ബ്ലഡ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന്, ഹാർട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അത് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ നമ്മുടെ ബോഡിയിൽ ഉടനീളം
രക്തം എന്ത് ചെയ്യുന്നു? സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചംക്രമണം ചെയ്യപ്പെടുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ ഇൻട്രൊഡക്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഒരു ബ്ലഡ് ബാങ്കിലെ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ടെക്സ്റ്റ് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ഏതൊക്കെയാണ് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ്, ഏതൊക്കെയാണ് ഉൾപ്പെടുന്നവ, ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ, ഫസ്റ്റ് വൺ ആണ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. അപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പെട്ടെന്നായിരിക്കും ബ്ലഡിനുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ വരുന്നത്. ശരിയല്ലേ? നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരു ബ്ലഡ് ആവശ്യമായി വരിക അല്ലെ. അങ്ങനെ പെട്ടെന്ന് ഒരു റിക്വസ്റ്റ് വന്നാല് ഉടനടി അവർ എന്ത് ചെയ്യണം? സ്വിഫ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് വേഗത്തില് പ്രതികരിക്കുക എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ വേഗത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഏതെങ്കിലും ബ്ലഡ് കമ്പോണൻസിന് ഒരു അർജന്റ് റിക്വസ്റ്റ് വന്നു, ഏതെങ്കിലും ഒരു ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പോണന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, വേണം ഒരു അർജന്റ് റിക്വസ്റ്റ് വന്നാൽ അതിന് സ്വിഫ്റ്റ് റെസ്പോൺസ് കൊടുക്കാം, പെട്ടെന്ന് അതിന് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താ അത് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ബ്ലഡ് ബാങ്ക് അപ്പൊ എന്താ ചെയ്യേണ്ടേ? ആവശ്യമായ ബ്ലഡ് എന്ത് ചെയ്യാം? പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ, അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. അപ്പൊ ബ്ലഡ് കമ്പോണൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡുമായി ബന്ധപ്പെട്ടോ ഒരു അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിക്വസ്റ്റ് അനുസരിച്ച് അവർ എന്ത് ചെയ്യുക? ഈ ബ്ലഡ് ബാങ്ക് അതിന് പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അതിനുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ അവർക്ക് ആവശ്യമായി വരുന്നത് അത് എത്രയും വേഗത്തിൽ തന്നെ അത് ലഭ്യമാക്കി നൽകുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ ഫംഗ്ഷൻ ഓക്കെ ആണോ? സെക്കൻഡ് വൺ പറയുന്നത് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. എന്താണ് ഫസ്റ്റ് പോയിന്റ് ആദ്യം നോക്കാം കേട്ടോ. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. അപ്പൊ നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബ്ലഡുകളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുൻപായിട്ട് ഈ സാമ്പിളുകൾ എന്ത് ചെയ്യും? വാലിഡേറ്റിംഗ്, അതായത് പരിശോധനകൾ അത് നടത്തും. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കുറേയധികം പ്രിലിമിനറി എക്സാമിനേഷൻസ് നടത്തിയിട്ട് ടെസ്റ്റുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ, ഇത് ബ്ലഡ് വന്നിരിക്കുന്ന സാമ്പിൾ ഏത് ബ്ലഡ് ടൈപ്പ് ആണ്, ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടാണ് ഈ ഒരു സാമ്പിള് നമ്മൾ എന്തിനു വേണ്ടി എടുക്കുന്നത്? ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്. സോ അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഓരോ ബ്ലഡ് സാമ്പിളുകളും നമ്മൾ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുന്നു? വാലിഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. അത് ഈ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. രണ്ടാമത്തത് അടുത്തതായിട്ട് പറയുന്നത് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ കിട്ടുന്ന റിക്വസ്റ്റുകൾക്ക് അനുസരിച്ച് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? റിസർവ് ചെയ്ത് വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു അല്ലെ. നമുക്കറിയാം ഏത് ബ്ലഡ് കമ്പോണൻസ് ആണോ കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത് അത് എന്ത് ചെയ്യണം? അവിടെ
അവൈലബിൾ ആയിരിക്കണം അല്ലെ? ഒരു ബ്ലഡ് ബാങ്കില് എന്താണ് ആവശ്യമായിട്ട് വരുന്ന ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെയാണ് ഇപ്പോൾ കുറവുകൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ച് അവിടെ ബ്ലഡ് ബാങ്കിൽ എന്ത് ചെയ്യുക, ആവശ്യമായ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, റിസർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ലഭ്യമാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ, ട്രാൻസ്ഫ്യൂഷന് മുൻപായിട്ട് സാമ്പിളുകൾ കിട്ടിയ സാമ്പിളുകൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപാട് പരിശോധനകൾ നടത്തി എന്ത് ചെയ്യുന്നു, അത് വാലിഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ആവശ്യമായ റിക്വസ്റ്റുകൾ പ്രകാരമുള്ള ബ്ലഡ് പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലഡ് ബാങ്കിൽ റിസർവ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? Then third one ആണ് evaluation of immunological suitability between donor and patient. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് ഡോണർ, ആരാണ് ഡോണർ, ഡോണർ ആൻഡ് റെസിപ്പിയന്റ് അല്ലെ? ഇവിടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് വ്യക്തികളാണ്, പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. ആരാണ് ഡോണർ എന്ന് പറയുന്നത്? ബ്ലഡ് കൊടുക്കുന്നയാളെയാണ് നമ്മൾ ഡോണർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ദാതാവ് എന്ന് പറയും അല്ലെ? മലയാളത്തിൽ നമ്മൾ ദാതാവ് എന്ന് പറയും. ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിയാണ് ഡോണർ. ഇനി ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്താ വിളിക്കുക? സ്വീകരിക്കുന്ന വ്യക്തിയെ എന്താ വിളിക്കപ്പോ? സ്വീകർത്താവ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കും കേട്ടോ. പേഷ്യന്റ് ആണ്, ശരിയാണ്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേം ആണ് പറഞ്ഞത്, റെസിപ്പിയന്റ് എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് കൂട്ടരുകൾ തമ്മിലാണ്, രണ്ടു പേര് തമ്മിലാണ് ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുക അല്ലെ? അപ്പൊ ആ വ്യക്തികളുടെ കാര്യം നമുക്ക് പിന്നെ പറയും. ഇവിടെ മിസ് ഡോണർ എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നോക്കി ആ ഒരു ഡോണർ തമ്മിൽ, അതായത് ഡോണറിൽ നിന്നാണ് നമുക്ക് ബ്ലഡ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ആ ഡോണറിന്റെയും ആ കൊടുക്കുന്ന പേഷ്യന്റിന്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ആ ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി അല്ലെ, അവരുടെ ആ ഒരു പ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമാണോ, മാച്ചിങ് ആണോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇവാലുവേഷൻ നടത്തും അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുകയും ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. Then next one പറയുന്നത് choosing of suitable blood components for each clinical condition. ഓരോ ചികിത്സാപരമായിട്ട് നമുക്കറിയാം ഓരോ പേഷ്യൻസിനും വിവിധ പല പല കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണ് അല്ലെ? എല്ലാവർക്കും ഒരേ ബ്ലഡ് കമ്പോണന്റ് ആയിരിക്കും ആവശ്യമായി വരിക? അല്ല അല്ലെ? അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസും ബ്ലഡ് പ്രൊഡക്ട്സും ആയിരിക്കും അവർക്ക് ആവശ്യമായി വരിക അല്ലെ? അപ്പൊ അത്തരം ക്ലിനിക്കൽ കണ്ടീഷൻസ്, ഓരോ ചികിത്സാ കണ്ടീഷൻസും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് അവർക്ക് ചൂസ് ചെയ്ത് നൽകുക. Then cautious delivery and handling of blood components. അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതായിക്കോട്ടെ അത് കോഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് ചെയ്യുകയും ചെയ്യുക. Then inventory and stock management of blood and its elements. എന്നാണ് ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇൻവെന്ററി എന്ന് പറഞ്ഞ അവിടുത്തെ വിവര പട്ടികകൾ. ഏതൊക്കെ ബ്ലഡ് ബാങ്കില് ഏതൊക്കെ സ്റ്റോക്ക് ആയിട്ട് ഏതൊക്കെ ബ്ലഡ് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലഡ് കമ്പോണൻസ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അതിന്റെ ഒരു പട്ടിക തയ്യാറാക്കുന്നത്, ഒരു ലിസ്റ്റ് അല്ലെ? അതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇൻവെന്ററി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ പലതിലും പഠിക്കും കേട്ടോ. അതെല്ലാം ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവര പട്ടികകളാണ്. അവിടെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോർ ആയിട്ടുണ്ടോ, ഇപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടാവുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ബ്ലഡും മറ്റെന്തൊക്കെ ബ്ലഡ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഏതൊക്കെ ബ്ലഡ് കമ്പോണൻസും ബ്ലഡ് എലമെന്റ്സും ഒക്കെ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവര പട്ടികകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതും ഈ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളില്ലേ, പ്രൈവറ്റ് ആയിട്ട് തന്നെ ഉള്ളത്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ളത് ഇല്ലേ? ഇപ്പൊ നമുക്ക് ബ്ലഡ് ആവശ്യമായി വരികയാണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുകളുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ബ്ലഡുമായി ബന്ധപ്പെട്ട മറ്റ് സർവീസുകൾ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലേ ഇതൊക്കെ? റോട്ടറി ക്ലബ്ബുകള്, അങ്ങനെയുള്ള ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയം ആര് നിലനിർത്തണം? ഈ ബ്ലഡ് ബാങ്ക് നിലനിർത്തണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തിനു വേണ്ടി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നിലനിർത്തുന്നത്? എന്തിനു വേണ്ടിയാ?
അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ബ്ലഡ് അവൈലബിൾ ആയില്ലെങ്കിൽ കറക്റ്റ് ടൈമിന് നമുക്ക് അവരിൽ നിന്നുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ എല്ലാ സമയത്തും ചിലപ്പോൾ ബ്ലഡ് ബാങ്കിൽ എല്ലാ ബ്ലഡുകളും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ബാങ്കിലേക്ക് എത്തിക്കാനും ആവശ്യമായ ആളുകൾക്ക് ലഭ്യമാക്കാനും സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം മെയിൻ ഫങ്ഷൻസ് ആണ് ബ്ലഡ് ബാങ്കിന്റെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്വിഫ്റ്റ് റെസ്പോൺസ്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാട്ടോ. മിസ് ഒന്നുകൂടി പറയുകയാണെ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അർജന്റ് റിക്വസ്റ്റ് വന്നാല് അല്ലെ, എന്തെങ്കിലും ഒരു അർജന്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാല് അതിന് ഉടനെ എന്ത് ചെയ്യുക, പ്രതികരിക്കുക അല്ലെ. ഒരു സ്വിഫ്റ്റ് റെസ്പോൺസ്, ഉടനെ തന്നെ അതിനുള്ള പ്രതികരണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ബ്ലഡ് കമ്പോണന്റുകൾ ലഭ്യമാക്കി നൽകുക. രണ്ടാമത്തത് പറഞ്ഞത് ട്രാൻസ്ഫ്യൂഷന് മുൻപ് കിട്ടുന്ന സാമ്പിളുകളെല്ലാം കൃത്യമായിട്ട് പല പരിശോധനകളിലൂടെ അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഒക്കെ കൃത്യമായിട്ട് റിക്വസ്റ്റുകൾ പ്രകാരം ആ ബ്ലഡ് ബാങ്കിൽ റിസർവ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി. ആ ഡോണറിനെയും ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെയും ആ പേഷ്യന്റിനെയും തമ്മിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട ആ ഒരു അനുയോജ്യത അല്ലെങ്കിൽ അവ മാച്ചിങ് ആണോ എന്നൊക്കെ വിലയിരുത്തുക. അതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് ചൂസ് ചെയ്ത് നൽകുക. അതുപോലെ ബ്ലഡ് കമ്പോണൻസ് ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസും ഒക്കെ നല്ല രീതിയിൽ വിതരണം, വളരെ സേഫ് ആയിട്ട് വിതരണം ചെയ്യുക, സേഫ് ആയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. അതുപോലെ ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ബ്ലഡ് അതിന്റെ മറ്റു ഘടകങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് കൈകാര്യം ചെയ്യുക, കൃത്യമായ ലിസ്റ്റ് അല്ലെങ്കിൽ വിവര പട്ടികകളും തയ്യാറാക്കി നൽകുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട മറ്റു ബ്ലഡ് സർവീസ് സ്ഥാപനങ്ങള്, ബ്ലഡ് ഗ്രൂപ്പുകള്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും എന്താണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആവാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർവീസുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആവാം, ഇവയുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും അതിലൂടെ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി ഏതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ലൊക്കേഷൻ. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സാധാരണയായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. കണ്ടിട്ടില്ലേ ബ്ലഡ് ബാങ്ക്? സാധാരണ ഒരു ഹോസ്പിറ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്. ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നിടത്തായിരിക്കണം അല്ലെ, പെട്ടെന്ന് കാണാൻ പറ്റുന്നിടത്തായിരിക്കണം. നിയർ പ്രോക്സിമിറ്റി വിത്ത് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്. എന്താണ് OT കോംപ്ലക്സ്? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്. ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിൽ ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇവിടെയൊക്കെ ബ്ലഡ് പെട്ടെന്ന് ആവശ്യമായി വരുന്ന ഇടങ്ങളാണ് അല്ലെ. സോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഒരുപാട് ദൂരത്തേക്ക് പോയി നമ്മൾ ഒരുപാട് സമയമൊന്നും ലാഗ് ചെയ്യാതെ ഇതിന്റെയൊക്കെ നിയർ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അതിന്റെയൊക്കെ അടുത്തായിട്ടായിരിക്കണം നമ്മുടെ ഈ ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ സാധാരണയായിട്ട് നമുക്ക് വെക്കേണ്ടത്. അതുപോലെ ഇത് ഏത് ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്? ഗ്രൗണ്ട് ഫ്ലോറിലാണോ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആ ഒരു സെൻസ് ഒന്ന് അനലൈസ് ചെയ്യണം കേട്ടോ.
Then it will have a distinct entry and exit with wide corridors and waiting space to curtail traffic congestion. അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു വിശാലമായ ഇടനാഴിയും അതുപോലെ ഒരു വിശാലമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് സ്പേസും ഒക്കെ ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു റിസപ്ഷനുമായി ബന്ധപ്പെട്ട് പുറത്ത് നമുക്ക് ഇരിക്കാനൊക്കെ ഒരു വെയിറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? ഒരു വിശാലമായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസ് ഒക്കെ അവിടെ ആ ഒരു ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരുടെ ആ തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ആ ഒരു വെയിറ്റിംഗ് സ്പേസും ഒരു വിശാലമായിട്ടുള്ള ഒരു കോറിഡോർ അല്ലെങ്കിൽ ഇടനാഴിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ത്രൂ ദ മിനിമം പബ്ലിക് എൻട്രി. സ്പേഷ്യസ് ആണെങ്കിൽ പോലും അത് ആവശ്യത്തിന് സ്പേഷ്യസ് ആണ് എങ്കിൽ പോലും മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും അല്ലെ? അവിടേക്ക് എല്ലാവർക്കും പോകാനുള്ള പ്രവേശനാനുവാദം ഉണ്ടോ? അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കാറുണ്ടോ? നമ്മൾ ആ മാക്സിമം ആ ഒരു റിസപ്ഷൻ ഏരിയ വരെ അല്ലെ, അതിനുള്ളിലേക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രീസ് ആണ്, ശരിയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പബ്ലിക്കിന്റെ എൻട്രി മിനിമം ആക്കുന്നത്? So that there is no interference with the work of the lab technician. അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവരുത് അല്ലെ? അങ്ങനെ അവരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ആയിരിക്കണം അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോവേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും. സ്പേഷ്യസ് ആയിരിക്കും, എന്നാൽ പബ്ലിക് എൻട്രി എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരിക്കും. അതിലൂടെ അവിടുത്തെ ലാബ് ടെക്നീഷ്യൻസ് ജോലികളിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം കൂടി അതിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? typically should be situated on the ground floor. സാധാരണയായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് ബാങ്കിന് അനുയോജ്യമായ ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നിടത്തായിരിക്കണം. അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് തൊട്ട് അടുത്തായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അതുപോലെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി, പ്രത്യേകമായിട്ടുള്ള എക്സിറ്റ് ആൻഡ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടായിരിക്കണം. ഒരു വിശാലമായിട്ടുള്ള ഒരു ഇടനാഴി ഉണ്ടായിരിക്കണം. ഒരു വിശാലമായ ഒരു വെയിറ്റിംഗ് സ്പേസും അവിടുത്തെ ആ ഒരു ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ ആ ഒരു ആളുകളുടെ തിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇത് സ്പേഷ്യസ് ആണെങ്കിൽ കൂടി വിത്ത് മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കും. പൊതുജനങ്ങളുടെ ആ ഒരു പബ്ലിക് എൻട്രി വളരെ കുറവായിരിക്കും. അതിലൂടെ നമുക്ക് ആ ഒരു ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ലൊക്കേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ആരാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആളുകൾ, അവരുടെ കീഴിൽ ആര് വരുന്നു, അങ്ങനെ നമ്മുടെ സ്റ്റാഫിംഗ് ചെയ്തിരിക്കുന്നതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുമ്പോഴും മിക്ക ഡിപ്പാർട്ട്മെന്റിലും ഈ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ ലെവൽ ഓഫ് കെയർ അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് വർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുക. ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ പഞ്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന ആളുടെ കീഴിൽ ആരായിരിക്കും വരെ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഈ ഒരു ഓർഗാനോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ആകെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിക്കാറ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ ഓർത്തു വെക്കണം. ആ ഒരു ഓർഡർ തെറ്റിച്ച് തരാം, എന്നിട്ട് അതിൽ കറക്റ്റ് വൺ ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കാം. നമ്മൾ സാധാരണ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ? ആ ഒരു ഫ്ലോ ചാർട്ടിന്റെ ഓർഡറുകളിൽ തെറ്റിച്ച് തരാം. അതായത് ഈ കറക്റ്റ് ഓർഡറിലാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോ മെഡിക്കൽ ഡയറക്ടർ ചിലപ്പോൾ രണ്ടാമത് കിടക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ ആദ്യം കിടക്കാം. അങ്ങനെ ഓർഡറുകൾ തെറ്റിച്ച ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഈ പറയുന്ന ഒരു ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ അല്ലെങ്കിൽ ഒരു BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെ ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ?
ക്ലിയർ ആവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? രണ്ടാമത്തെ മോഡലാണോ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത് ഈ പറയുന്ന കറക്റ്റ് ഓർഡർ തരും. കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുണ്ടാവും. അതില് ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ ബ്ലാങ്ക് ഇട്ട് തന്നിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് എഴുതാൻ ചോദിക്കും. മനസ്സിലായോ? ആ മെഡിക്കൽ ഡയറക്ടർ തന്നു, അത് കഴിഞ്ഞ് HOD തന്നു, നെക്സ്റ്റ് ഒരു ഡാഷ് ആയിരിക്കും, അവിടെ ഒരു ബ്ലാങ്ക് ആയിരിക്കും, അതിനുശേഷം ഒരു ക്വാളിറ്റി മാനേജറും തന്നിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ആ ഒരു വിട്ടുപോയിരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിച്ചു കാണാറ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് പറഞ്ഞതാണേ. അപ്പോ അങ്ങനെയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ആദ്യം എങ്ങനെ പഠിക്കണം? കറക്റ്റ് ഓർഡർ പഠിക്കണം അല്ലേ? എന്നാലല്ലേ നമുക്ക് ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുള്ളൂ. കൃത്യമായ ഓർഡർ അറിയില്ലെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റില്ല അല്ലെ? ആ കൃത്യമായ ഓർഡറിൽ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളേ. ഫസ്റ്റ് വൺ മെഡിക്കൽ ഡയറക്ടർ ആണ് ഹെഡ് ആയിട്ട് വരുന്നത്. അവരുടെ കീഴിൽ HOD, അതായത് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ട്, HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ദെൻ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്. അവരുടെ കീഴിൽ 3 പേര് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അതിന് എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ BTOയുടെ. അതുപോലെ ക്വാളിറ്റി മാനേജർ വരുന്നുണ്ട്, ദെൻ ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. അതിൽ BTOയുടെ കീഴിൽ വരുന്ന 2 പേരാണ് ടെക്നീഷ്യനും അസിസ്റ്റന്റ് ടെക്നീഷ്യനും. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നവരാണ് ക്ലർക്ക്, നഴ്സസ്, PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട സ്റ്റാഫിംഗ്, പ്രധാനപ്പെട്ട സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.